ഹലോ ഫ്രണ്ട്സ്, ഡബിൾ തട്ടിൻ്റെ അടീന മുറിച്ച് വിട്ട് പൂത്തതാണ് ഇത്. വെള്ള, റോസ്, വൈറ്റ് അടീന വിത്തുകൾ പാകി കിളിപ്പിച്ചതുകൊണ്ട് ഡബിൾ തട്ടിൻ്റെ. പിന്നെ അതിൻ്റെ കൂടെ ബോബൻവില്ല കൃത്രിമത്തിൽ വെച്ചിരിക്കുക പൂപ്പിക്കാൻ. ഇച്ചിരി 10 മണി, ഒരു ഓർക്കിഡ്, ബോബൻവില്ല വൈറ്റ്, അല്ലാത്ത കുഞ്ഞ് ഇതെല്ലാം പൂപ്പിച്ചേക്കുന്നത്. അതൊരു കൃത്രിമത്തിൽ വെച്ച് പൂപ്പിക്കുന്നതാണ്. ഇതെല്ലാം ഇപ്പോൾ പൂക്കും. ഇത് സർപ്പഗന്തി, കപ്പയില പോലെയുള്ള നല്ല ഭംഗിയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാൻ. ഇത് അക്ലോണിമ ആണ്. അക്ലോണിമ ഞാൻ മുറിച്ച് വെച്ച് മുളപ്പിച്ച് വെച്ചിരിക്കുന്ന രീതിയാണ്. പല കളറുണ്ട് അതിനകത്ത്. ഇതിൻ്റെ വിത്തുകളാണ് പാകി വെച്ചേക്കുന്നത്. ഓർക്കിഡ് പിന്നെ എന്നും പൂക്കുന്നത് കൊണ്ട്, എന്നും അല്ല, എപ്പോഴും ഒരു പൂവ് പൂത്താൽ കുറേ ദിവസത്തേക്ക് നിൽക്കുന്നതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. എപ്പോഴും നമുക്ക് എടുത്തിടാൻ തോന്നും. ജമന്തി പൂത്തതെല്ലാം പൊഴിഞ്ഞു പോയി. ഇനി ഇത്രയും കൂടെ ഉള്ളൂ. ഈ അടീനായിക്ക് കായ് വരാനാന്ന് തോന്നുന്നത്. പൂ പൊഴിഞ്ഞു പോയില്ല. കൊലയായിട്ടാണ് മുട്ടുകൾ വരുന്നത്. എന്തായാലും 5-6 മുട്ടുകൾ കാണും. ഇത് മുറിച്ച് വെച്ചത് കേട്ടോ. ഒരു കമ്പ് മുറിച്ച് വെച്ച് കഴിപ്പിച്ചതാണ് അത്. ഈ ചീര ഇപ്പം കാണാൻ പോലും ഇല്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. റോഡ് സൈഡിൽ നട്ടേക്കുന്നതാണ്. ശവനാറി, വാടാമുല്ല, ചീരയെല്ലാം റോഡ് സൈഡിൽ ചുമ്മാ നട്ടതാണ്. ഇഷ്ടം പോലെ പടർന്ന് കിടക്കുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ചുമ്മാ ഒരു ടൈം പാസിന് ഇട്ടതാ കേട്ടോ. ഇത്രയും നിങ്ങൾ കണ്ട് മടുക്കുമ്പോൾ ഒരു ഭംഗി കണ്ടോട്ടെ എന്ന്. ഈ ചെടി വിഷമ വയ്ക്കരുത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സമയം എടുത്ത് കളഞ്ഞ ചെടികളാണ്. ഇപ്പോഴും ഈ ചെടിയുടെ പൂക്കൾ എന്ത് ഭംഗിയുണ്ട്. എല്ലാം കൂടെ നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം. ഈ പൂക്കൾക്ക് എല്ലാം ഒരുമിച്ച് പൂത്ത് കിട്ടിയാൽ നല്ല ഭംഗിയാണ്. പല കളറായത് കണ്ടോ. നല്ല ഭംഗിയുണ്ട് ഇതിന്. ഇത് ഡബിൾ തട്ടാണേ. ഇതിൻ്റെ പേര് ഞാനങ്ങ്